ആര്യ, ഒരു മിനിറ്റുകൾക്കകം തന്നെ ഇപ്പോൾ കിംസ് ആശുപത്രിയിൽ നിന്നും ഈ കുട്ടിയുടെ അവയവങ്ങളുമായുള്ള ആംബുലൻസ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാണ്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പോലീസും മറ്റ് സന്നാഹങ്ങളും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഡോക്ടർമാരുടെ സംഘവും ഇവിടെ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. കെസോട്ടോ അധികൃതരുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു അവയവദാനം നടന്നത്. ഒരു പുതുചരിത്രം പിറക്കുകയാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടതായി വരും. ആര്യ, രണ്ടുപേരുടെ തീരുമാനം, അരുൺ എബ്രഹാമിന്റെയും അതുപോലെ തന്നെ ഷെറിൻ ആൻഡ് ജോണിന്റെയും, ഈ രണ്ടുപേരുടെയും തീരുമാനത്തിന് പുറത്തുണ്ടായ ഒരു ചരിത്ര നിമിഷത്തിന് തന്നെയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അങ്ങേയറ്റം ഹൃദയവേദനയോടുകൂടി അല്ലാതെ നമുക്ക് ഈ ഒരു വാർത്ത ഒരിക്കൽ പോലും റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആര്യ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു കുഞ്ഞിന്റെ ജീവനാണ് ഇല്ലാതായത്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ 10 മാസം താലോലിച്ച് വളർത്തിയ അവരുടെ സ്വപ്നമായിരുന്നു, അവരുടെ പ്രതീക്ഷയായിരുന്നു ആ കുഞ്ഞ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുഞ്ഞ് ഇല്ലാതാകുമ്പോൾ നമുക്കറിയാം, ഒരു അസുഖം വന്ന് കിടന്ന് മരിച്ചതോ അങ്ങനെ ഒന്നുമല്ല, പെട്ടെന്നുണ്ടായ ഒരു അപകടത്തിലാണ് ആലിൻ ഷെറിൻ എന്ന 10 മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിന് ജീവൻ നഷ്ടമായത്. അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ വേദന നമുക്കറിയാം. മുന്നിലൊരു ശൂന്യത മാത്രമായിരിക്കണം അവർക്ക് ബാക്കിയുണ്ടായിരുന്നത്. പക്ഷേ ആ ശൂന്യതയിൽ നിന്നുകൊണ്ട് അവർ എടുത്ത ആ ഒരു തീരുമാനം ഇതിപ്പോൾ ചരിത്രമാകുകയാണ്. അറിയാം, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അവയവം കൊണ്ടുള്ള വാഹനം, ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ എത്തുന്നതാണ്. കാരണം അതിന് മുന്നിൽ വരുന്ന പൈലറ്റ് വാഹനം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 2 വൃക്കകളും അതുപോലെ തന്നെ ഹൃദയ വാൽവുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പ്രധാനമായും തന്നെ എത്തിക്കുന്നത്. ഈ വൃക്ക സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു 10 വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ മറ്റ് തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ആ കുട്ടീനെ ആശുപത്രിക്ക് ഉള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എറണാകുളത്ത് നിന്നും അമൃത ആശുപത്രിയിൽ നിന്നും കൃത്യം 7:15 പുറപ്പെട്ട ആംബുലൻസ് 211 കിലോമീറ്റർ താണ്ടി വെറും 2.5 മണിക്കൂർ മാത്രം പിന്നിട്ടുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിലാണെങ്കിൽ ഏതാണ്ട് 4.25-5 മണിക്കൂർ എടുക്കേണ്ടതാണ് ഈ ഒരു ട്രാഫിക്കിനിടയ്ക്ക്. പക്ഷേ അത് 2.25 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ആ കുഞ്ഞിന്റെ അവയവം അതുകൊണ്ടുള്ള ഡോക്ടർമാരെല്ലാം അകത്തേക്ക് പോയിരിക്കുകയാണ്. ആ ചരിത്ര നിമിഷം, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ദാതാവ് ആണ് നമ്മൾ ഈ ആംബുലൻസ് ഓടിച്ച വ്യക്തി നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്താണ് പറയാനുള്ളത്? ഒരു വലിയ ശരി, അദ്ദേഹത്തിന് ഒരു ഇപ്പോൾ ശ്രീചിത്രയിലേക്കാണ് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരവയവം കൂടി കൊണ്ടുപോകാനുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ചിലപ്പോൾ ശ്രീചിത്രയിലേക്കുള്ളതാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം ഇവിടെ വൃക്കകൾ മാത്രമാണ് എത്തിക്കുന്നത്. ഇതിനുശേഷം ഹൃദയ വാൽവ് ഉണ്ട്. ഹൃദയ വാൽവ് ആരാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. കാരണം ഹൃദയ വാൽവ് സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മാച്ചിങ് ആയിട്ടുള്ള ഒരു കുട്ടി, അത് സ്വീകർത്താവ് വരേണ്ടതുണ്ട്. നിരവധി പേർ ഈ ഹൃദയ വാൽവ് സ്വീകരിക്കുന്നതിന് വേണ്ടി കെസോട്ടോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൃത്യമായി ചേരുന്ന ഒരു സ്വീകർത്താവ് വരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ശ്രീചിത്രയിലേക്ക് മാറ്റാനുള്ള, SIT ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തായാലും വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ശേഷം ആംബുലൻസ് ശ്രീചിത്രയിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതിന്റെ ഡ്രൈവറിനോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ മറ്റൊരു അവയവം കൂടി കൊണ്ടുപോകേണ്ടതുണ്ട്. സ്വാഭാവികമായി നമുക്കറിയാം, വെറും 3.25 മണിക്കൂർ കൊണ്ടാണ് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ ഈ ദൗത്യ സംഘം ഓടിയെത്തിയത് എന്ന് പറയുമ്പോൾ ആ ആംബുലൻസ് ഡ്രൈവറിനും ആ സംഘാംഗങ്ങൾക്കും എല്ലാം നമ്മളൊരു വലിയ കയ്യടി കൊടുക്കണം. അത്രത്തോളം ശ്രമകരമായ ദൗത്യമാണ് വളരെ വിജയകരമായി അവർ പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. സാധന, ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വൃക്കകൾ കൈമാറിയതിനു ശേഷം അതിവേഗം അവർ ശ്രീചിത്രയിലേക്ക് പാഞ്ഞിരിക്കുകയാണ്. അവിടെയാണ് ഹൃദയ വാൽവുകൾ നൽകേണ്ടതായിട്ടുള്ളത്. എന്നാൽ മാത്രമേ, ഈ പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് കിംസിൽ കരൾ നൽകണം, അതിനുശേഷം വൃക്കകൾ മെഡിക്കൽ കോളേജിൽ എത്തിക്കണം, അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഹൃദയ വാൽവുകൾ ശ്രീചിത്ര ആശുപത്രിയിൽ നൽകണം. ആ 3ാം ഘട്ടത്തിലേക്ക് കുതിച്ചിരിക്കുന്നു ആംബുലൻസ്, അല്ലേ സാന്ത്വന? അതെ ആര്യ, 3ാം ഘട്ടത്തിലേക്ക് കുതിച്ചിരിക്കുകയാണ്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 7:15 പുറപ്പെട്ടു. ഏതാണ്ട് 3.25 മണിക്കൂർ. സാധാരണഗതിയിലാണെങ്കിൽ 5 മണിക്കൂറോളം എടുക്കുന്ന ഒരു യാത്രയാണ് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് ഉള്ളത്. ഏതാണ്ട് 211 കിലോമീറ്റർ താണ്ടി വേണം ആ വാഹനത്തിന് ഇവിടെ എത്താൻ. നമുക്കറിയാം, ഏതാണ്ട് 7:15 കൂടിയാണ് ഈ ആംബുലൻസ് അവിടെ നിന്നും യാത്ര തിരിക്കുന്നത്. ആ ഒരു സമയം എന്ന് പറയുമ്പോൾ എത്രത്തോളം ട്രാഫിക് ഉള്ള ഒരു സമയമാണ് എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷേ ആ ട്രാഫിക്കിനിടയ്ക്ക് കൂടി ഇത്രയും ഏതാണ്ട് ഒരു 3.25 മണിക്കൂർ കൊണ്ട്
അവിടെ നിന്ന് ഇവിടെ ഈ വാഹനത്തിന് എത്താൻ കഴിയണമെങ്കിൽ അത് കേരളത്തിലെ ഓരോ മനുഷ്യരും അതിനുവേണ്ടി സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ നേരത്തെ കണ്ട ദൃശ്യങ്ങളിലൊക്കെ തന്നെയും അത് വ്യക്തമാണ്. ഓരോ ജംഗ്ഷനിലും 2-3 വഴിയൊക്കെ ഇപ്പോൾ ശ്രീചിത്രയിലേക്ക് എത്തിയിരിക്കുകയാണ് ആംബുലൻസ്. വളരെ പ്രധാനപ്പെട്ട 3ാം ഘട്ടം അവിടേക്ക് എത്തിയിരിക്കുന്നു. 3ാമത്തെ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ യാത്രാ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഹൃദയവാൽവുകൾ ശ്രീചിത്രയിലേക്ക് ഇതാ കൊണ്ടുപോവുകയാണ്. നേരത്തെ സ്വാതന്ത്ര്യം തന്നെ സൂചിപ്പിച്ചു, ഇവിടെ ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയ നടക്കില്ല, ഇവിടെ ബാങ്കിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും അനുയോജ്യമായി ഈ ഹൃദയവാൽവുകൾ മാച്ച് ആവുന്ന കുട്ടിയിലേക്കായിരിക്കും ഈ ഹൃദയവാൽവുകൾ മാറ്റിവെക്കുക. ഇന്ന്